ഹലോ വെൽക്കം ബാക്ക് ടു നജൂസ് വൈബ്സ് ആൻഡ് ആർട്സ്. അപ്പോൾ ഇന്ന് ഇതാ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഉപ്പാൻ്റെ അനിയന് കസിനാണ് ആള് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയറ് പറിക്കാൻ വേണ്ടി ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഈ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ കൃഷി ചെയ്യൽ. ആൾക്ക് മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ സൺഡേകളിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ ഒഴിവുള്ള സമയമൊക്കെ വന്നിട്ട് പാടത്ത് വന്നിട്ട് ഇങ്ങനെ കൃഷി ചെയ്യും കേട്ടോ. എന്ത് കിട്ടിയാലും അതൊക്കെ നടും കേട്ടോ. അപ്പോൾ ഇത് അവിടെ പയറും ചീരി, ചുവന്ന ചീരിയും പച്ചച്ചീരി അങ്ങനെ പലവിധ കൃഷികളാണ് കേട്ടോ. അത്യാവശ്യമുള്ളത് ഒരു വീട്ടിലേക്കല്ല, ഞങ്ങളിവിടെ അവരെ വീട്ടിലേക്കും ഇവിടെ അയൽവാസികളും നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള പച്ചക്കറി ഇതിൽ നിന്ന് കിട്ടലുണ്ട് കേട്ടോ. ഡെയിലി കിട്ടണില്ലെങ്കിലും അത്യാവശ്യത്തിനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. പയറൊക്കെ ഉണ്ട്. പയർ രണ്ട് വിധ പയറുണ്ട്. നല്ല നീളത്തിലുള്ള പയറുണ്ട്, ചെറിയ പയറുണ്ടാവില്ല, നീളം കുറഞ്ഞ പയറുണ്ടാവുമല്ലോ, അതും ഉണ്ട് കേട്ടോ. രണ്ട് വിധമുള്ള പയറുകളാണ്. അപ്പോൾ അത് ആളിങ്ങനെ ചെയ്യണോണ്ട് ഞങ്ങൾക്ക് നല്ല ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ കഴിക്കാനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പച്ചക്കറി പറിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ക്യാമറ കാണുമ്പോൾ ഓടുക കേട്ടോ, അവരെങ്ങനെ യൂട്യൂബിൽ വരുമോ എന്നുള്ളതിൽ. ഇതാ വെണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. വെണ്ട ഇങ്ങനെ നിലത്തുനിന്ന് ചെറുതായിട്ട് പൊങ്ങിയിട്ടുള്ളൂ, അപ്പം തന്നെ നല്ല കായ ഉണ്ടായിട്ടുണ്ടോ. പിന്നെ കപ്പ ഉണ്ട്, ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. വാഴ അതൊക്കെ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പയറും കിട്ടുന്നുണ്ട്, വെണ്ട കിട്ടുന്നുണ്ട്, പിന്നെ ചിരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ കേടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാ ചിരങ്ങ ഉണ്ട്, ചിരങ്ങ കാണിച്ചു തരാം കേട്ടോ. ചിരങ്ങ നല്ല വലിയ സൈസ് ചിരങ്ങയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല വലിയ ചിരങ്ങകളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം ഒരു ചിരങ്ങ കൊണ്ട് തന്നെ നമുക്ക് 2-3 വീട്ടിലേക്ക് എടുക്കാനുള്ള വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനെ വലിയ ചിരങ്ങളാണ്. അപ്പോൾ ഇന്ന് ചിരങ്ങ പറിക്കണ ഇതിൽ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല വലിയ സൈസുള്ള ചിരങ്ങളാണ് കേട്ടോ. ചിരങ്ങൻ്റെ പൂവ് ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗി തോന്നിട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തതാണ്. ഈ കാണുന്ന കുഴിയിൽ നിന്നാണ് കേട്ടോ അത് നനക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു കിണറാക്കി തന്നെ ഉപയോഗിക്കാം കേട്ടോ, നല്ല വെള്ളമുണ്ട്. ഇത് പാടായതുകൊണ്ട് തന്നെ ഈ പച്ചക്കറി നനക്കാനുള്ള വെള്ളം ഈ കുഴിയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇതൊക്കെ ആളുടെ പരിപാടിയാണ്. ഇത് കണ്ടോ, നല്ല വലിയ നല്ല നീളമുള്ളൊരു പയർ കണ്ടപ്പോൾ അത് എടുക്കാൻ വന്ന കേട്ടോ. ഇതാണ് ഞങ്ങൾ ഐശ്യൂട്ടി കേട്ടോ. ഇതാണ് നമ്മുടെ ഈ കൃഷിയുടെ ഉടമസ്ഥൻ. ആളിത് പറിക്കണതാട്ടോ വീഡിയോയിൽ കാണുന്നത്. മനസ്സിന് തന്നെ ഒരു സുഖാട്ടോ അങ്ങനെ കാണുമ്പോൾ, നമ്മൾ നട്ടത് കിട്ടുക എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യണ കാണുമ്പോൾ നമുക്ക് ആഗ്രഹമാണ്. പിന്നെ ഞാനിത് വീഡിയോക്ക് വേണ്ടി നിർത്തിയതാട്ടോ. പിന്നെ ആളിവിടെ മരുന്ന് അടിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇതൊന്നും വരാതിരിക്കാനുള്ള കെമിക്കൽ ഇതൊന്നും ഇല്ലാത്ത എന്തോ ഒരു മരുന്നാണെന്ന് പറഞ്ഞു കേട്ടോ. കേട് വരാതിരിക്കാൻ എന്തോ ചായൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് നല്ല എന്തോ ഒരു മരുന്നാണെന്നാണ് പറഞ്ഞു കേട്ടോ. നമുക്ക് കേടുകളൊന്നും ഇല്ലാത്ത എന്തോ ഒരു തരം മരുന്നാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചിരങ്ങ പറിച്ചത് നമുക്ക് അയൽവാസികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മോൻ്റെ അടുത്ത് കൊടുത്തയക്കായിരുന്നു കേട്ടോ. അടുത്തത്തെ വീട്ടിലേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തയക്കത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ട് അവിടെ ഭയങ്കര കൊതുക് ഉണ്ടായിരുന്നു. അപ്പോൾ മോനെയും കൊണ്ട് ഞങ്ങൾ മടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.